ഹായ് വ്യൂവേഴ്സ്. അതെ, ഈ ഐസക് ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ വീണപ്പോൾ അത് പിന്നീട് ഡെവലപ്പായിട്ടാണല്ലോ ലോ ഓഫ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ ഒരു റീലിന് നമുക്കൊരു 2K വ്യൂവേഴ്സൊക്കെ ആയപ്പോൾ എൻ്റെ തലയിലും വീണു ഒരു ആപ്പിൾ. ഒരു ഐഡിയ. ഓഫ് ഡേ ആയിട്ട് എന്തായാലും ഫാമിലി ആയിട്ട് നമ്മളൊരു കറക്കം പതിവുണ്ട്. എന്നാൽ പിന്നെ അതൊരു കുഞ്ഞ് വ്ളോഗും കാച്ചിയാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ വെൽക്കം ടു ട്വിൻ ടോക്സ്. ഇവിടെ ബഹ്റിലെ അവന്യൂസിനകത്ത് പുതിയൊരു ലുലു ഓപ്പൺ ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇതുവരെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് അങ്ങ് പോവാന്ന്. വീക്കെൻഡായിട്ട് എപ്പോഴും പുറത്തു പോകാൻ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റും ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ആൾക്കാരാണ് പാറും ബൂസും. അവർക്ക് പുറത്ത് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പുറത്ത് പോണ സമയമാകുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേടോ അല്ലെങ്കിൽ കരച്ചിലോ പിഴിച്ചിലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. പിന്നെ റെഡിയാക്കി പുറത്ത് കൊണ്ടുവരാൻ വലിയ പാടാണ്. അങ്ങനെയുള്ളൊരു ദിവസമായിരുന്നു ഇന്നും. ഇത് അവന്യൂസ് മോളുടെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാനൊന്നുമല്ല പ്ലാൻ ചെയ്ത്. ജസ്റ്റ് ലുലു പോകുന്നു, പറ്റുമെങ്കിൽ ഒരു വീഡിയോ എടുക്കണം, അത്ര മാത്രമേ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവന്യൂസ് കാണാൻ ഭയങ്കര രസമായതുകൊണ്ട് ചെറിയൊരു പോർഷനെങ്കിലും ഇതിനകത്ത് കവർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലതാണെന്ന് തോന്നി. പാറക്കുട്ടിയുടെയും ബൂസ്കുട്ടിയുടെയും കൂടെ ഈ വീഡിയോയിലുള്ളത് അവരുടെ പപ്പയും അമ്മയും പിന്നെ മാമനുമാണ്. ബൈ ദ വേ, ഞാൻ അവരുടെ ആൻറ്റിയാണേ. അവന്യൂ വിസിറ്റ് ചെയ്താൽ ഉറപ്പായിട്ടും കുറച്ച് നേരമെങ്കിലും ഇവിടെ സ്പെൻഡ് ചെയ്യാണ്ട് പോവാത്ത ആരും ഉണ്ടാവില്ലായിരിക്കും. കാരണം ഇവിടെ ഒരു ഈവനിങ് ടൈം ആയാൽ ലൈറ്റ്സൊക്കെ വീണ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കാണാൻ നല്ല നല്ല രസമാണ്. ഭയങ്കര വിഷ്വലാണ് ഇവിടെ. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയിൽ ഞങ്ങൾ നേരിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ഭംഗി ഉറപ്പായിട്ടും ഇല്ല. അതിന് കാരണക്കാരി ഞാൻ തന്നെയാണ് കേട്ടോ. കാരണം എനിക്കിങ്ങനെയൊക്കെ വീഡിയോ എടുക്കാൻ അറിയുള്ളൂ. പക്ഷെ സാരമില്ലെന്നേ, പതുക്കെ പതുക്കെ എല്ലാം നമുക്ക് പഠിച്ച് പോകാം. ബുസു, എന്തത് ഇഷ്ടായോ? ഇത് ആരുടെ ഫോണാ? ആരുടെ മാമൻ? കൊച്ചിൻ ഞാനിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് സനുവിൻ്റെ ഫോണിലാണ്, അതായത് അവരുടെ മാമൻ്റെ ഫോണിൽ. ആ മാമൻ്റെ ഫോൺ എടുത്തതിനാണ് എൻ്റെ അടുത്ത് ഇപ്പോൾ അടി കിട്ടും ചൂചി കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. പാറും ബൂസും മാമൻ്റെ പിന്നാലെ തന്നെയായിരുന്നു. മാമൻ പറയണതും വിശ്വസിച്ച് മാമൻ ചെയ്യണതും നോക്കിയിട്ട് ഇങ്ങനെ നടക്കും. കുറച്ച് നേരം ഇവിടെ തന്നെ നിന്നിട്ട് പിന്നെ അങ്ങോട്ട് നോക്കിയപ്പോൾ അവിടെ ഒരു ബ്ലൂ ലൈറ്റ് കണ്ടോ? അതാണ് ഡാൻസിങ് മൗണ്ടെയിൻ. പിന്നെ നമ്മൾ അങ്ങോട്ട് പോയി പാറുനും ബൂസിനെയും കുറച്ച് നേരം അതിൻ്റെ ഉള്ളിൽ കൂടെ നടത്തി. അപ്പോൾ വാ, നമുക്ക് ഇനി ഡാൻസിങ് മൗണ്ടെയിൻ കാണാൻ പോണ്ടേ? അങ്ങോട്ടേക്ക് പോവാം. കുറച്ച് നേരം ബൂസുക്കുട്ടി വർത്താനം പറയാം. മാമനെ അമ്മൂട്ടി വെള്ളത്തിൽ കളിക്കാൻ പോയി. ഞങ്ങളെ കൊണ്ടു കൊറേ ചേച്ചിമാർ കളിക്കാൻ കണ്ട. ഞങ്ങളെ ഇതുപോലെ കളിച്ചു. വെള്ളമൊക്കെ ഉടുപ്പില്ലേ, വെള്ളത്തിൽ കളിക്കാൻ ഇറ്റണ്ട. ബുദ്ധനും പറഞ്ഞു ഭയങ്കര ഇച്ച. വെള്ളത്തിൽ കളിച്ചാലേ പനി വരും. അമ്മക്കുട്ടി പനിക്കും. വെള്ളത്തിൽ കളിച്ചിട്ട് പനി വന്നോ? ഞങ്ങൾക്ക് പനി വന്നില്ല. ഞാൻ ഈ വീഡിയോയ്ക്ക് സൗണ്ട് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ പാറക്കുട്ടിയും ബൂസുകുട്ടിയും എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു.
അവരെ കൂടെ ഇരുന്നിട്ടാണ് ഞാൻ ഈ വീഡിയോയ്ക്ക് സൗണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് പറയുന്നോ അത് അവർ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. എനിക്ക് വീഡിയോയ്ക്ക് സൗണ്ട് കൊടുക്കാൻ പറ്റുന്നില്ല. അവർക്കാണെങ്കിൽ സൗണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അവർ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവരെന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് നേരം മൈക്ക് അവർക്ക് കൊടുത്താണ് ഈ കേട്ടത്. കുളിക്കണോ? നമ്മള് വേറെ ഉടുപ്പ് കൊണ്ടുവന്നില്ലല്ലോ. വേണ്ടടാ, ഒരാൾ ആദ്യം പോ. നനയോ? ഡാൻസിങ് മൗണ്ടൻ 2 പേർക്കും ഭയങ്കര ഇഷ്ടമായി. പാറക്കുട്ടിക്കും ബൂസ്കുട്ടിക്കും ഇതുപോലെ ഈ കുട്ടികൾ കളിക്കുന്ന പോലെ അവർക്കും ഇറങ്ങി കളിക്കണമെന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുമായിരുന്നു. നനഞ്ഞാൽ മാറാനായിട്ട് വേറെ ഡ്രസ്സൊന്നും കയ്യിലില്ലാത്തതുകൊണ്ട് നമ്മൾ വേണോ വേണ്ടയോ എന്നൊന്ന് ആലോചിച്ച് ഇരിക്കുമായിരുന്നു. ടിപ്പിക്കൽ മല്ലു തിങ്സ് അല്ലേ? പക്ഷെ ഞങ്ങൾ ഇറക്കി കേട്ടോ. ബൂസുക്കുട്ടീനെ മാമനും പാറക്കുട്ടീനെ അമ്മക്കുട്ടിയുമാണ് കളിക്കാൻ കൊണ്ടുപോയത്. ഇവരടക്കമുള്ള എല്ലാ കുട്ടികളും ഇതിനകത്ത് എന്ത് ഹാപ്പി ആയിട്ടാണെന്നോ കളിക്കുന്നത്. ഒച്ചയും ബഹളമൊക്കെ എടുത്തിട്ട് ഇതിൻ്റെ റിയൽ വോയിസ് ഒന്ന് കേൾക്കുന്നോ? കുട്ടികളാകുമ്പോൾ വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കില്ലേ? പാറും ബൂസും ആ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരാണ്. വെള്ളത്തിൽ കളി തുടങ്ങിയിട്ട് പിന്നെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ടും അവിടെ നനങ്ങുന്നുണ്ടായിരുന്നില്ല. പിന്നെ പിടിച്ചു വലിച്ചാണ് അവിടെ നമ്മൾ കൊണ്ടുപോയത്. പിന്നെ നമ്മൾ വീണ്ടും അവനിൻ്റെ അകത്തേക്ക് കയറി 1-2 ഷോപ്പിലൊക്കെ ഒന്ന് കയറിയിട്ട് ലുലുവിലോട്ട് നേരെ പോയി. ആ ഷോപ്പിൽ കയറുന്ന വീഡിയോയും കൂടെ കുറച്ചൊക്കെ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യിക്കാൻ നോക്കിയിട്ടുണ്ട്. ഇതാ അവന്യൂൻ്റെ അകത്തെ കാഴ്ചകളാണ് കേട്ടോ. ഇത് ആക്ച്വലി ഒരു അവന്യൂൻ്റെ വീഡിയോ ഒന്നുമല്ല. കാരണം ചെറിയൊരു പോർഷൻ മാത്രമേ നമ്മൾ വീഡിയോയിൽ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. അവന്യൂ മൊത്തം കറങ്ങി വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് നമ്മൾ ഒന്നാമത് വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. നമ്മളെ കൊണ്ട് ഇത് പോസിബിളേ അല്ല. ഈ ബ്രാൻഡ് ക്രേസ് ഒക്കെ ഉള്ള ആൾക്കാരുണ്ടാവില്ലേ, അവർക്കൊക്കെ പറ്റിയൊരു സ്ഥലമാണ് അവന്യൂ എന്ന് എനിക്ക് തോന്നുന്നു. ബിക്കോസ് എല്ലാ ഇൻ്റർനാഷണൽ ബ്രാൻഡുകളും ഇവിടെ നമുക്ക് കിട്ടും. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ലുലുവിൽ പോകലാണ് നമ്മുടെ ഫസ്റ്റ് ലക്ഷ്യമെങ്കിലും പാറുവിനും ബൂസിനും പറ്റിയ ഷൂസും ഡ്രസ്സൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 1-2 ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയും കൂടെ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്.
ഒരെണ്ണം ഇട്ട് നോക്കിയേ, ഒരെണ്ണം ഇട്ട് നോക്കിയേ. എനിക്ക് ശരിക്കും ക്രോക്സിൽ കയറിയിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് അതിൻ്റെ ആക്സസറീസ് ആയിരുന്നു. ആക്സസറീസിന് കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ളതും പിന്നെ ഇതുപോലെ നോർമൽ ആയിട്ടുള്ളതൊക്കെ ഉണ്ടായിരുന്നു. പാരുനും ബോസുവിനും പറ്റിയ ഒന്നും അവിടെ കാണാത്തതുകൊണ്ട് നമ്മൾ അധികം സമയം അവിടെ സ്പെൻഡ് ചെയ്യാതെ വേഗം തന്നെ ഇറങ്ങിയായിരുന്നു. Hôm nay là em đưa con dạo mà cũng സൈസ് അല്ല മോനെ. പാർക്കുട്ടാന്ന് മോന്റെ സൈസ് അല്ലടാ. കൊച്ചിന്റെ സൈസ് കാണിച്ചു തരാം ബാ. അത് പാറുന്റെ അല്ലടാ, ദമ്മക്കുട്ടിയുടെ അല്ല, വലിയ ചേച്ചിമാരുടെയാ. ബാ കൊച്ചിന്റെ സൈസ് കുഞ്ഞാരി കാണിച്ചു തരാം ബാ. നടക്ക്. അതല്ല കൊച്ചിന്റെ ചേച്ചി ബാ. കൊച്ചിന്റെ ചേച്ചി കുഞ്ഞാൻ്റെ കാണിച്ചു തരാം ബാ. ഇവിടെ കൊച്ചിന്റെ ചേച്ചുണ്ട്.
നോക്കട്ടെ നോക്കട്ടെ, കുറച്ചുകൂടെ മേത്തി വെച്ച് നോക്ക്. കൊള്ളാവോ? ഇഷ്ടായോ? ഇറങ്ങി നിന്നേ കുറച്ച്. ഇഷ്ടായില്ല? ഇഷ്ടായില്ല കൊച്ചിന്? ബേബിയുടെ കയ്യിലൊന്നുമില്ല. ഉടുപ്പ് വെച്ച് നോക്ക്. ഒന്നുമില്ലടാ. പൂച്ചിൻ്റെ ഉടുപ്പ് പൂച്ച വെച്ച് നോക്കിയേ. അല്ല, അത് പാരുന്റെ ചെരുപ്പല്ല. ആ ഇട്ട് നോക്കിയോ. നിക്ക്. കൊച്ചിന്റെ സൈസ് അല്ലടാ. അടി കിട്ടുമെന്ന് അടി കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചതിനേക്കാളും ഈ വീഡിയോ ഒത്തിരി ലോങ് ആയി പോയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കി നമുക്കൊരു സെക്കൻഡ് പാർട്ടായിട്ട് കാണാം അല്ലേ? അപ്പോൾ ആ വീഡിയോ ഇനി പുറകേ വരും.